അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അധ്യക്ഷനും അതുപോലെ തന്നെ ആശംസാ പ്രാസംഗികനും വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ വിശദീകരിക്കുന്നതായിരിക്കും. സ്വാഗത പ്രാസംഗികൻ എന്ന നിലയിൽ ഞാൻ അതിൻ്റെ വിശാലതകളിലേക്ക് കടന്നുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യേണ്ട നമ്മുടെ ഉദ്ഘാടകനായ വിശിഷ്ട വ്യക്തി ശ്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. മലയാളികൾ എവിടെയുണ്ടോ അവർക്കെല്ലാം സുപരിചിതനായ പ്രശസ്തനായ കവി ശ്രീ ഗിരീഷ് പുലിയൂർ സാറിനെയാണ് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമായി കരുതിയാണ്. കാരണം നമുക്കറിയാം, സാറിൻ്റെ കവിതകൾ, ജനപ്രിയമായ കവിതകളിലൂടെയാണ് സാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നും ഗൃഹാതുരത്വം പേർന്ന ഓർമ്മകളും ആവാസ വ്യവസ്ഥകൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും കടമെടുത്ത വിപ്ലവ കവിതകൾ പോലെ അല്ലെങ്കിൽ വിപ്ലവ കവിതകളെയും മധുസൂദനൻ നായർ സാറിന്റെ കവിതകളുടെ ആത്മീയ ദർശനങ്ങൾ വരുന്ന കവിതകൾ ഉൾപ്പെടെ അത്തരത്തിൽ കവിതകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് സാറിന്റെ കവിതകൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാറിനെ ഞാൻ ഹാർദമായി ഈ വേദികയിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തതായി ഇക്ബാലിയുടെ വൈസ് പ്രസിഡന്റായ അധ്യക്ഷൻ ശ്രീ പെരിങ്ങമല സജീദ് ഖാനാണ്. ശ്രീ പെരിങ്ങമല സജീദ് ഖാനെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു പല സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ ഇടയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പെരിങ്ങമല സജീദ് ഖാൻ. ഈ പരിപാടിയുടെ വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ സജീദ് ഖാനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായ മറ്റൊരു വ്യക്തിയാണ് ഷിജു ശാസ്ത്രി. ശാസ്ത്രി പ്രത്യേകിച്ചും ഇന്ന് പരിചയപ്പെടുത്തേണ്ടതില്ല. ശാസ്ത്രിയെ ഞാൻ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സംഘടനയുടെ പ്രസിഡന്റായ ശ്രീ നൗഷാദ് ചാമള, പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ യഹിയ ഖാൻ റോജ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള സിറ്റിസൺ മുതൽ ജൂനിയർ പൂർവ്വ വിദ്യാർത്ഥികൾ വരെ നമ്മുടെ ഈ സംഘടനയിലുണ്ട്. അവർക്ക് എല്ലാവർക്കും സമയം അധികരിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ പരിശീലനത്തിൽ സ്വാഗതം ആശംസിക്കുന്നില്ല. എല്ലാവർക്കും ഈ ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നടത്തേണ്ട ഒരു കാര്യമായിരുന്നു. ഏതായാലും നമ്മുടെ ഈ കോളേജിൽ നിന്ന് നമ്മളോടൊപ്പം സഹപാഠികളായി പഠിച്ച് അതുപോലെ തന്നെ ഈ കോളേജിലെ അധ്യാപകരായിരുന്ന ഒത്തിരിയേറെ ആൾക്കാർ മൺമറഞ്ഞു പോയി. ഈ അടുത്ത 2-3 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മുടെ കോളേജിൽ നമ്മുടെയൊക്കെ ജൂനിയറായി പഠിച്ചിരുന്ന ഒരാൾ ഭരണമാണ്. അതുപോലെ വിവിധങ്ങളായ സ്ഥലത്ത് പ്രശസ്തരും പ്രശസ്തരല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് മൺമറഞ്ഞു പോയി. അവരുടെ നിത്യശാന്തിക്കായി ഒരു നിമിഷം മൗനമാണ്. നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഈ കോളേജിൻ്റെ 64 മുതൽ ചിലപ്പോൾ ഈ പറയുന്ന 2023 വരെ സുപരിചിതരായിട്ടുള്ള എല്ലാവരെയും ഒരുവിധം സുപരിചിതമായിട്ടുള്ള ഷിജു ശാസ്ത്രി അവർ ഒരാളോട് നിവേദിച്ചു. നമസ്കാരം. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രതിഭാശാലം തെളിയിച്ചുകൊണ്ട് എത്തിയ എല്ലാ ഇക്ബാലിയൻസിനും
ആദ്യമേ എന്നെ അഭിവാദിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ മാറ്റം കൊണ്ടുവരുന്ന വ്യക്തി. കാരണം കലാകാരങ്ങളിലൂടെ നടക്കുന്ന പ്രോഗ്രാമുകൾ വ്യത്യസ്തത നമ്മുടെ സ്റ്റേജിൽ ഫീൽ ചെയ്തു. ആ ഫീലിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകയായിരിക്കും. സ്ഥിരം മുഖങ്ങളിൽ വ്യത്യസ്തമായ മുഖങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ പാലി കൊണ്ടുവരികയാണ്. ഇതിനേക്കാൾ നവനവങ്ങളായ ഫേസുകൾ അടുത്ത വർഷം നിങ്ങൾ കാണാൻ കഴിയുന്ന ഉറപ്പോടുകൂടി പ്രിയപ്പെട്ട അധ്യക്ഷൻ സജീവ് ഖാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു സ്വാഗതം പ്ലീസ്. അപ്പൊ എന്റെ ഉത്തരവാദിത്വം ആമുഖ പ്രസംഗം വലിയൊരു ആമുഖത്തിന് ഞാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ ഈ പ്രോഗ്രാം കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം എടുത്തൊരു തീരുമാനമുണ്ട്, പ്രസംഗം വേണ്ട, ആരുടെയും പ്രസംഗം വേണ്ട. അപ്പൊ നമ്മൾ ഒരേ ഒരു ഗസ്റ്റിനെ മാത്രം വിളിച്ചുകൊണ്ട് ഈ പരിപാടി മംഗളമാക്കാനുള്ള തീരുമാനത്തിലാണ്. ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വളഞ്ഞു നിൽക്കാതെ ഞാൻ അതിനെ പരിചയപ്പെടുന്നത് 91-ലാണ്. ഒരു കവിയായി വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ എൻ്റെ ഭാര്യയെ പഠിപ്പിച്ച അധ്യാപകനായി, എൻ്റെ കൂടെ പഠിച്ച പലരുടെയും അധ്യാപകനായി, പിന്നെ നിരവധി കവിയരങ്ങളിൽ ജഡ്ജസ് തുടങ്ങിയ നമ്മുടെ കലാലയ മത്സരങ്ങൾ ജഡ്ജസ് വേദിയിൽ തന്നെ പരിചയം പുതുക്കി മുന്നേറിയ ഒരു പ്രിയങ്കരനായ വ്യക്തിത്വം. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം വ്യക്തിപരമായ ഒന്നും മാത്രമല്ല, കുടുംബപരമായി നോക്കുമ്പോൾ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സാംസ്കാരിക നായകന്റെ മരുമകൻ കൂടിയാണ്. നമ്മുടെ ഈ നിയമസഭാ മണ്ഡലത്തിന്റെ മുൻ MLA കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക കവിയും നാടകൃത്തുമായ ശ്രീ രപ്പൻകോട് സാറിന്റെ മകളുടെ ഭർത്താവ് വന്നിരിക്കുന്നു. സ്വന്തം നിലയിൽ സ്വന്തം കഴിവ് തെളിയിച്ചുകൊണ്ട് കുട്ടിക്കാലം കൊണ്ട് തന്നെ എഴുതി ആ എഴുത്തിന്റെ മനോഹാരിതയെ കുറിച്ചും ഗാംഭീര്യത്തെ കുറിച്ചൊക്കെ പ്രിയങ്കരനായ നമ്മുടെ അദ്ദേഹം നമ്മുടെ കോളേജിൽ ആരോണ്ടായിക്കൊണ്ടിരിക്കുന്നു രമേശ് ടൈക്കർ നല്ലൊരു കഴിവുള്ളൂ. അപ്പോ എഴുത്തിന്റെ ശക്തി അറിയിച്ച് ഒറ്റക്കിനാവ് വരെയുള്ള നിരവധി കവിതകളിലൂടെ മലയാളി യുവത്വത്തെ കൗമാരത്തെ ഒരുപാട് മുന്നേറ്റങ്ങളിലേക്ക് ആവേശത്തോടെ എത്തിച്ച് ഇന്നും അജഞ്ചലമായി നിൽക്കുന്ന, കാരണം നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് ചാഞ്ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് യാതൊരു ചാഞ്ചല്യമില്ലാതെ താൻ പിടിച്ച അടുത്ത ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ നിൽക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ശ്രീ ഗുരുപ്പിഴ ശ്രീകുമാർ. ഏത് കവിയിൽ നീലനിൽക്കുന്ന കവിത നമുക്കറിയാം. ഇവാലിന്റെ ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്യാമ്പസുകളൊക്കെ ഉണർത്തിയ പാട്ടാണ്. ആ പാട്ടൊക്കെ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കവിയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചടങ്ങോട് കൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പ് ഒരു ചെറിയ ചടങ്ങ്. നമ്മളെല്ലാവരും ഇവിടെ കൂടുന്നതിന് നമ്മളെല്ലാവരും കാരണക്കാരനാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. വെറും 90 എന്നൊരു കൂട്ടായ്മയെ ഇവാലി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് ഇന്ന് അതിന്റെ കരരൂപം മാത്രമേ ആയിട്ടുള്ളൂ. അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ കാരണഭൂതൻ ഇന്ന് ഈ മാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സേവനങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഫുൾ ടൈം ഇവാലി ഉൾപ്പെടെയുള്ള സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സംവദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെയാണ്. എന്നെ നിങ്ങളിൽ ഈ പ്രോഗ്രാമിന്റെ ഈ ഉത്തരവാദിത്തത്തിലേക്ക് എത്തിക്കുന്നതിന് അഹോരാത്രം പണിയെടുത്ത നമ്മുടെ ഇവാലിയെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ നൗഷാദ് ചാമുള്ള അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് സജീവ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി ഇക്ബാലിയുടെ സ്വാഗത സംഘം അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊന്നും അറിയില്ല. പ്രിയങ്കരനായ കവി ശ്രീ ഗിരീഷ് പുലിയൂർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും ഞാൻ പോയതില്ല. ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ല. ശരിക്കും വളരെ സന്തോഷമുണ്ട്. കൂടുതലായിട്ടൊന്നും പറയില്ല. പരിപാടി തുടരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഇടയ്ക്ക് കൂടിക്കൊണ്ട് കയറി വന്ന നമുക്ക് സ്വാഗതം പറയാതിരിക്കുന്നില്ല. കാരണം നമ്മുടെ ഇടയിൽ ആകെ ക്രോണിക് പേഴ്സൺ ഉള്ളത് കൊണ്ട് രമേശ് ചേട്ടനെയാണ്. ഞാൻ
പ്രത്യേകം സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഭൂമിക്കൊണ്ടാണ് കേൾക്കുന്നത്. പിന്നെ നമുക്ക് ആ എനർജി കീപ്പപ്പ് ചെയ്യണം. മലയാളം അപ്പോൾ ഏതായാലും നമ്മുടെ വർണ്ണനയുടെ ആവശ്യമില്ല. ഒരു എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ്. നമ്മുടെയൊക്കെ ഈ പരിസരങ്ങളിൽ ഒരുപാട് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ അറിയാതെ മൂളിപ്പാട്ട് പോലെ പാടുന്നതും ഈ കലാലയത്തിൽ ശാസ്ത്രി പറഞ്ഞതുപോലെ ഈ കലാലയത്തിൽ ഒത്തിരിയേറെ പ്രകമ്പനം ഒളിപ്പിച്ച കവിതകൾ ചൊല്ലിക്കൊണ്ട് നടന്നതുമായിട്ടുള്ള നമ്മളെ ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ കവിതകളെ സൃഷ്ടിച്ച മഹാനവകൾ നമ്മുടെ ഗിരീഷ് ഗുരുവിയൂർ സാറിനെ വളരെ ആദരപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് കൈയടിച്ചേ, ഇനി കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനി കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, അടയ്ക്ക് കൈയടിച്ചേ, ഇടയ്ക്ക് കൈയടിച്ചേ, മാലിന്യ മാലയിലും മലയ്ക്ക് കൈയടിച്ചേ, ആടി കൈയടിച്ചേ, പാടി കൈയടിച്ചേ, കാറ്റിലോളം തുള്ളി തുള്ളി കറങ്ങി കൈയടിച്ചേ, ചിരിച്ച് കൈയടിച്ചേ, കളിച്ച് കൈയടിച്ചേ, ഏതീയരായി നിന്ന് ജനിച്ച് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, കട്ടപ്പാറ വെട്ടി പൊട്ടി ചുറവ കണ്ടെടുത്തേ, നട്ടപാതിയ പദവ പാട്ട് വീണ്ടെടുത്തേ, കണ്ണു നീരിയാന്നവർക്ക് വീട് കൊടുത്തേ, ചൂട് ചോരവിയ പാട്ടിയോർക്ക് തണല് കൊടുത്തേ, പള്ളിക്കൂട ഗേവിയോർക്ക് പദവി കൊടുത്തേ, കൊള്ളും വെയില് കൊള്ളാൻ നിന്നവർക്ക് നാവ് കൊടുത്തേ, ജാതിമത കോട്ടകളുടെ മൂട് തകർത്തേ, നാട്ടിൽ സകല ജാതി മാനവർക്കും നീതി കൊടുത്തേ, നാടുണർന്നു കാണുവാൻ, നാടുണർന്നു കാണുവാൻ, നാടുണർന്നു കാണുവാൻ, ഉറക്കമില്ല ഓടി നടന്നു വേണ്ടി ഒന്ന് കൈയടിച്ചേ, നാടുണർന്നു കാണുവാൻ, ഉറക്കമില്ല ഊരുമില്ല ഓടി നടന്നോർക്കു വേണ്ടി ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഇനിയും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, ഒന്ന് ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ, വീണ്ടും കൈയടിച്ചേ, വീണ്ടും കൈയടിച്ചേ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് വിശ്വമഹാകവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലിന്റെ പേരിൽ 1964 തുടക്കം കുറിച്ച ഈ മഹാകലാലയം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്റെ ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അന്നത്തെ സ്റ്റുഡൻസ് ബസ് ഇക്ബാൽ കോളേജിലേക്ക് വരുന്ന കുട്ടികളെയൊക്കെ ഇങ്ങനെ കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. നല്ല ഓർമ്മകളാണ്, നല്ല പേരാണ് ഇക്ബാലിയ. കാലം ഒരുപാട് കടന്നു പോയിരിക്കുന്നു. ഇന്ന് മലയാളി സമുദായം മാത്രമേ ഉള്ളൂ, വേറെ സമുദായങ്ങൾ നമ്മുടെ ഇടയിൽ ഇല്ല. പ്രസംഗം വേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഏതിരവിൻ നീതിമയിൽ നീറിഞ്ഞു നീ, ഏതിരുത്തിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ, വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേതുകിനാവോ, എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ, ഏതി
ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ ഏങ്ങലടിച്ചലറിയ പുല്ലാവുകളും പാവകളും ഏലേലം പാടിയ നീരരുവികളുടെ നാവുകളും ഉച്ചവയിൽ തീയുരുകിയ പച്ചനെല്ലിൻ പാട്ടുകളും കണ്ണു നട്ടു കാത്തു നിന്നതാരുടെ ഫലവോ പിന്നോളം പൂത്തുലഞ്ഞതാരുടെ നിറവോ ഏതിരവിൻ നീലിമയിൽ നീറിയുന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ നീലമുളങ്കാടുലഞ്ഞേ നീ നിറമല്ലോ കൈതോല കൈകുളഞ്ഞേ നീ ചിരിച്ചല്ലോ കരിനാഗ കണ്ണെറിഞ്ഞേ നീ വിളിച്ചല്ലോ കുളക്കോഴി കുരവകത്തെ നീ രമിച്ചല്ലോ ഓർമ്മകളിൽ നീറി നിൽപ്പതാരുടെ മണമോ നെഞ്ചരിയും തിരികെടുത്താലേതു കണ്ണീരോ ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ തേക്കുമാട്ടിന്റെ നാട്ടടിക്കരയിൽ കാറ്റു വന്നു കൂടാൻ കറുത്ത കണ്ണാളെ ഒറ്റ വീഞ്ഞേതുകോണിൽ നീ മറഞ്ഞേ പോയി പടവക്കിൽ കൊറ്റി പോലെ കാത്തിരിപ്പൂ ഞാൻ കരിക്കലപ്പ കഴുത്തിനുള്ളിൽ കൊഴുത്തു കൗമാരം കറുത്ത മണ്ണിൻ കരുത്തുകൊണ്ടേ ഉറച്ചു കുഞ്ഞാരം ഇളവെടുക്കാൻ നീ വരില്ലേ വിത്തെറിഞ്ഞോളെ ഇളവെടുക്കാൻ നീ വരില്ലേ വിത്തെറിഞ്ഞോളെ ഇളവെടുക്കാൻ നീ വരില്ലേ വിത്തെറിഞ്ഞോളെ നിറപ്പറകൾ പുലിപുലിഞ്ഞേ പുലരണം നമ്മൾ നിറപ്പറകൾ പുലിപുലിഞ്ഞേ പുലരണം നമ്മൾ ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാപത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേത് കിനാവോ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ ഈ എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ അതേതു നിലാവോ അതേതു നിലാവോ എന്റെ രക്തത്തിൽ രക്തമായ സഹോദരങ്ങളെ, എന്റെ പ്രിയങ്കരരായിട്ടുള്ള അനിയത്തിമാരെ, അനുജന്മാരെ, ഗുരുജനങ്ങളെ, ഇമ്രാൻ ഷായെ പോലെ എന്നെ രോമാഞ്ചമണിയിക്കുന്ന എൻ്റെ ഇളം തലമുറയിലെ ചൈതന്യങ്ങളെ, നമ്മൾ ഇന്ന് ഇന്ത്യ കൊതിക്കുന്ന ഒരു സമുദായമാണ്. അതാണ് മലയാളി സമുദായം. നമ്മളെ പാടി ഉണർത്തിയ ഒരുപാട് പേർ നാടുണർന്ന് കാണുവാൻ ഉറക്കമില്ലാതെ ഊണുമില്ലാതെ ഓടി നടന്നവർ ഈ മലയോരങ്ങളിൽ ഇരുന്ന് കണ്ട സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഭിന്നിച്ച് നിന്ന നമ്മൾ ഒന്നിച്ചു. നിങ്ങളും ഞങ്ങളുമായി നിന്നവർ നമ്മളായി മാറി. ആ നമ്മളെന്നുള്ള സങ്കല്പം തകർക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ നാടിൻ്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഛിദ്രശക്തികളുടെയും കുൽസിത ബുദ്ധികളുടെയും എല്ലാ പടയൊരുക്കത്തെയും ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇക്ബാലിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ആരോഗ്യമാണ് ഏറ്റവും വലിയ ലാഭം.
ഒരു ആയുർവേദ കുടുംബത്തിൽ ജനിക്കാനും നല്ലൊരു ആയുർവേദ വൈദ്യന്റെ മകനായി വളരാനും ഭാഗ്യം കിട്ടിയ കുട്ടിയായ ഞാൻ വലിയ വലിയ രോഗങ്ങളെല്ലാം ചെറിയ ചെറിയ മരുന്നുകൾ എന്ന് പറയുന്ന പ്രയോഗങ്ങളിലൂടെ നുള്ളിയെടുത്ത് കളയുന്നത് കണ്ടു വളർന്ന ഓർമ്മകളിലേക്ക് ഈ കലാലയം എന്നെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ഇവിടെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സുന്ദരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാലത്ത്, ഇപ്പോഴും നിങ്ങൾക്ക് നല്ല കാലം തന്നെയാണ്, എങ്കിലും കൗമാരത്തിലും യൗവനാരംഭത്തിലും നിങ്ങൾക്ക് ആ രീതിയിൽ അഷ്ടഭങ്ങളായുള്ള നല്ല ദൃശ്യങ്ങൾ സമ്മാനിച്ച ഈ മണ്ണിനെ നമ്മൾ പ്രണമിക്കുക. നാടാ കൊണ്ട്രോ, കാടാ കൊണ്ട്രോ, അവല കൊണ്ട്രോ, മിചയ്യ കൊണ്ട്രോ, എവഴി നല്ലവരാടവൻ എവഴി നല്ലൈ വാഴിയ നിലനൈ. 18 നൂറ്റാണ്ട് മുമ്പ് ഔവയാർ എന്ന് പറയുന്ന സംഘകാലത്തിലെ ഒരു അമ്മക്കവി പാടി നടന്ന വരികളാണിത്. ഒന്നും പറയാതെ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? ഞാൻ വയലിന്റെ കരയിൽ ജനിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ടും വലുതാരാണ് ചെറുതാരാണ് വലിയൊരു ചോദ്യം ഇതാണ്. വലുതെല്ലാരും ചെറുതല്ലാരും ഉത്തരമിങ്ങനെയാണ്. വലുതാരാണ് ചെറുതാരാണ് വലിയൊരു ചോദ്യം ഇതാണ്. വലുതെല്ലാരും ചെറുതല്ലാരും ഉത്തരമിങ്ങനെയാണ്. ഒരു വർഷത്തിലേറെയായി വളരെ മാരകമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ. എത്രയോ കുഞ്ഞുങ്ങൾ വെന്തെരിഞ്ഞു പോയി. എത്രയോ മനുഷ്യർ ജീവനും കൊണ്ട് പലായനം ചെയ്തു. ആ പലായനത്തിനിടയിൽ അവർ കൊല്ലപ്പെട്ടു. എവിടെയാണ് ഞങ്ങളുടെ മോചന മന്ത്രമെന്ന് അന്വേഷിക്കുന്ന ജനകോടികൾ അനേകയാണ് ഈ സമയത്ത് നമ്മുടെ ഭൂമിയിൽ. അതിനെല്ലാം മറന്ന് അതൊന്നും ചിന്തിക്കാതെ ഇരിക്കാൻ നമുക്ക് അവകാശമില്ല. ആയതിനാൽ ഒരു പ്രതികൂല കാലാവസ്ഥയെയും നമ്മൾ ഇന്ന് കാണുന്നില്ല. ഈ മഴ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല കോണുകളിലും ചോര പേമാരി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുളിർ കണ്ണീർ തരുന്ന ഈ മഴ നമ്മുടെ അനുഗ്രഹ വർഷമാക്കി മാറ്റുക. ഭൂമിയിൽ ഇത്രയും മഴ കിട്ടുന്ന ഒരു നാട് നമ്മുടെ നാടാണ് എങ്കിൽ ഇത് പടച്ചവന്റെ നാടാണ്, ഇത് അയ്യപ്പന്റെ നാടാണ്, ഇത് ക്രിസ്തു ഭഗവാന്റെ നാടാണ്, ഇത് ബുദ്ധ ഭഗവാന്റെയും ഇത് മഹാവീരന്റെയും നാടാണ്. ഇത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന 140 കോടി ആളുകളുടെ നാടാണ്. ആർക്കും ഇത് തങ്ങളുടേത് മാത്രമാണ് എന്ന് പറയുവാനുള്ള അവകാശം ചരിത്രം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ശക്തി. കാലാകാലങ്ങളിൽ ഓരോരുത്തർ ഓരോ ട്രെൻഡ് ഉണ്ടാക്കി അധികാരത്തിൽ വരും പോകും. പക്ഷെ ഇന്ത്യ ലോകത്തെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നത് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ജനാധിപത്യത്തിന്റെ അടിക്കൽ ഇളക്കുവാൻ പലരും ശ്രമിച്ചിട്ടും ചിലപ്പോഴെല്ലാം അത് പിടിച്ച് ചെറിയ രീതിയിൽ കുലുക്കി നോക്കാൻ പലരും വിജയിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലത്തിൽ അവരെയെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആയതിനാൽ ഒരു കവി എന്നുള്ള നിലയിൽ എനിക്ക് രക്തത്തിൽ രക്തമായ സഹോദരങ്ങളെ നിങ്ങളെ അറിയിക്കാനുള്ളത്, ഈ ഇമ്രാൻ ഷായെ പോലുള്ള എന്റെ കൊച്ചുകുട്ടികൾ ആരോഗ്യത്തോടുകൂടി വളരാനുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഒരു കാരണവശാലും നമ്മൾ തകർക്കാൻ പാടില്ല. അത് ആരെ ചൊല്ലിയായാലും, രാമഭഗവാന്റെ പേരിലായാലും അള്ളാഹുവിന്റെ പേരിലായാലും കൃഷ്ണ ഭഗവാന്റെയും ക്രിസ്തു ഭഗവാന്റെയും പേരിലായാലും ദേശീയ ദുരഭിമാനത്തിന്റെ പേരിലായാലും ഭാഷാഭാവത്തിന്റെ പേരിലായാലും കക്ഷി രാഷ്ട്രീയ ഭ്രാന്തിന്റെ പേരിലായാലും ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളീയ സമുദായം, മലയാളി സമുദായം ഇന്ന് വിളംബരം ചെയ്യുന്ന ആഹ്വാനം. കാരണം ഒരുപാട് കണ്ണീര് ഈ മഴ പെയ്യുന്നത് പോലെ ഇവിടെ പെയ്തു.
ഒരുപാട് ചോര ഈ മണ്ണിൽ ഒഴുകി, ഒരുപാട് വിയർപ്പ് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഇവിടെ ഒഴുക്കി ഈ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി. അതിന്റെ സന്തതി പരമ്പരകളായിട്ടുള്ള നമ്മൾ പരസ്പരം കൊല്ലാനല്ല, പരസ്പരം വെല്ലാനല്ല, ഭിന്നിക്കാതെ ഒന്നിച്ചു നിൽക്കാൻ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും ഭയം ഗ്രസിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ക്യാമ്പസിൽ ഞാൻ പഠിക്കുമ്പോൾ എഴുതിയ ഒരു തമാശ കവിത കൂടി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുകയാണ്. 1986 ഞാൻ എഴുതുന്നതാണ് ഈ കവിത. അന്ന് ഞാൻ BA 2ാം വർഷ വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നു. തത്തി നടക്കുന്നൊരമ്മിയമ്മേ നീ പാള പറക്കണ ഒടിയൊരാൾ പതിനകണ്ടല്ലോ ലോ ലോ തത്തി നടക്കുന്നൊരമ്മിയമ്മേ നീ പാള പറക്കണ ഒടിയൊരാൾ പതിനകണ്ടല്ലോ. നാദനമില്ല നന്ദനമില്ല ദക്ഷിണവായും നോക്കി നടന്ന് കമ്പനിയോട് ചെറുക്ക പിച്ചുമ്പേയും പറയരുത്. ആഹാ, അന്നൊരിക്കൽ അമ്മൂമ്മയ്ക്ക് വെറ്റില വാങ്ങാൻ ഞാൻ വന്നപ്പോഴും കുടിയൊരാൾ പതിനകണ്ടല്ലോ. കാറ്റിലൊടിഞ്ഞു പൊടി പാത്തിക്കൊരു പുറവും വീണ് കിടന്നൊരു വെറ്റില വണ്ടി പതിക്കാനായിട്ടെത്തിയ ശങ്കരനല്ലേ. തെച്ചിപ്പൂന്നിറക്കുവാൻ വന്നപ്പോഴും നീ മച്ചിന് മുകളിൽ ഒരാളെ ഒളിപ്പിക്കുന്നത് കണ്ടല്ലോ. മച്ചിന് മുകളിൽ ഒളിച്ചൊരു വണ്ടിയിൽ അയ്യാറിട്ട് കുറച്ചു മുടിക്കാതെ ഇരുവില്ലെന്ന് കളിക്കാൻ എത്തിയ സുന്ദരനല്ലേ. എന്തിനാണ് നമ്മളിയമ്മേ ഈ കൊന്തര ഓരോ ഇങ്ങനെ മാറ്റണമെന്നൊരു പൊന്നേ. കൊന്തരം അങ്ങനെ മാറ്റുന്നതല്ല, നിന്നോട് ചുമ്മാ പൂവാസംഖ്യം നാരോടും നീ പറയില്ലെന്നത് എനിക്കറിയില്ലേ. പേരപ്പാരാട്ടി നടക്കണ തെമ്മാടിയല്ലേ. ഇത് ഞാൻ ഒന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം നടപ്പല്ലേ. നാട്ടു നടപ്പായാലും കൂട്ടുകിടപ്പാണ്. ആരോടും നീ പറയാതെ പണ്ടം തരമുണ്ട്. ഞാനൊരു പണ്ടം തരമുണ്ട്. ആ പണ്ടത്തമ്മേ അമ്മാനക്കളി അരിമാനക്കളി അമ്മാനക്കളി അക്കളി കിക്കിളി മുക്കിളി ഇക്കൊരു മൂന്നാം കുഴികൾ അഞ്ഞി വിളിച്ചും കാണാക്കടലിലെ അരമാനകളിൽ തങ്ങി തോന്നി കണ്ണാടങ്ങളിൽ അങ്ങോട്ട് ഇങ്ങോട്ടായി നിറഞ്ഞും കൈലക്കാട്ടിൽ കാണാൻ നിർത്തി കണ്ടുപിടിക്കാൻ ഓടി നടന്നതിന്റെ നിലയിലെ വെടിപ്പൊന്നിലിരിക്കും കരുനാഗത്തെ കൈവളയാക്കി കരിമുടി ഇറങ്ങി കണ്ണുകളങ്ങി കാമത്തറയിൽ ഉറഞ്ഞു വിളിച്ച് മെയിലും മുഴുകി ഇറങ്ങും വെള്ളത്തുള്ളി കൊരുത്തൊഴിഞ്ഞാലിട്ടത് ഞാനി പാടി ഉറങ്ങാക്കുന്നൊരു പന്തം തന്നില്ലേ. ഞാനൊരു പന്തം തന്നില്ലേ. ആ പണ്ടത്തിൽ മേലെ മലകളിൽ മുക്കിട്ട് മുങ്ങാൻ കുഴിയിറങ്ങി കാണാൻ മലകളിൽ തങ്ങി മുക്കി ചെന്നാടന്റെ കൂട്ടിമുട്ടാടും കൈലക്കാട്ടും കാണാൻ പോയി ഞാനൊരു പണ്ടം തന്നില്ലേ. എങ്ങനെയാ ഒന്നും പറയണ. ആ പണ്ടത്തെ മലകളിൽ മുങ്ങാൻ കുഴി ഇറങ്ങി വിളിച്ച് കാണാൻ മലകളിൽ തങ്ങി പൊട്ടി ചെന്നാടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടാടി കണ്ടുപിടിക്കാൻ ഓടി ഒരു പണ്ടം തന്നില്ലേ. ഞാനൊരു പണ്ടം തന്നില്ലേ. നീ വെളിയിൽ പിന്നല്ലേടാ. വെളിയിൽ ഉണ്ടാൻ പറ്റാത്ത എത്രയോ സ്വകാര്യങ്ങൾ, അസുലഭങ്ങളായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്യാമ്പസ് സമ്മാനിച്ചിരിക്കും. എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരികളോട് ആരോടൊക്കെയാണോ ഞാൻ സഹോദരിമാരായിട്ട് മാത്രം കണ്ട് പെരുമാറിയിട്ടുള്ളത് അവരെല്ലാവരും എന്നെ മറന്നുപോയി. ചെത്തണം നീ ഗിരീഷെ, മര്യാദയ്ക്ക് വളർത്ത എന്തുകൊണ്ട് നിന്റെ ചുണ്ട് കണ്ടിട്ട് ഇല്ല, ഞാൻ വീട്ടിൽ പോയി പറയും കേട്ടോ. എന്റെ പൊന്നെ, എന്തോന്നി ഇങ്ങനെയൊക്കെ ആരെ നോക്കി പറഞ്ഞിട്ടുണ്ടോ അവരാരും എന്നെ മറക്കുന്നേയില്ല. എവിടെ വെച്ച് കണ്ടാൽ ഓടി വരും. ഗിരീഷ് ഓർമ്മയുണ്ടോ? എന്നെ ഞാൻ മറക്കുവോ? ഹസ്ബൻഡിനെ വിളിക്കും, മക്കളോട് നോക്കും, മോനെ
നിന്റെ അങ്ങളാ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ എന്നെ മനഃശാസ്ത്രം. നമ്മളെല്ലാവരും വെളിയിൽ മിണ്ടാൻ ഒരുപക്ഷെ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സഭ്യതയും നിലനിർത്തി ഹിംസാത്മകമല്ലാത്ത രീതിയിൽ ജീവിതത്തിന്റെ വിനോദ ഉപാധികളിൽ അഭിരമിക്കാൻ നിങ്ങൾ ഇനിയും മടിക്കരുത് എന്നാണ് എൻ്റെ ഈ നല്ല ചെറുപ്പ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്രയ്ക്കും ചെറുപ്പം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ശരീരത്തിൽ എന്നെ ഉല്ലാസവാനാക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അനിയത്തിമാർ, അനുജന്മാർ 51 തവണ എന്ന് രാവിലെ ഇരുന്ന് എണീക്കണം. 51 തവണ മുട്ട വളയാതെ ഇങ്ങനെ കൈ പൊക്കി വളഞ്ഞ് പെരുവരിൽ കൊണ്ടിട്ട് നിവരണം. 51 തവണ ഇങ്ങനെ കൈ വീശണം. ഈ കയ്യിൽ തന്നെ നോക്കണം. അപ്പോ കശേരുകൾ ഇങ്ങനെ കറങ്ങി ഇവിടം വരെ വരും, അത് ഇതുവരെ വരും. ഒരിക്കലും നമുക്ക് തലചുറ്റൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുകയില്ല. 3 ലിറ്റർ വെള്ളം കുടിക്കണം. 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ എല്ലായിടത്തും ബാത്റൂം സൗകര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ ചേച്ചിയോട് അച്ഛന് പറയുമ്പോൾ പറയും, അച്ഛൻ പറയാം, പക്ഷെ ഞങ്ങൾക്ക് അവിടെ മൂത്രപ്പുരയൊന്നും ഇല്ല. അന്നതൊരു വാസ്തവമായിരുന്നു 40 വർഷം മുമ്പ്. ഇന്നങ്ങനെയല്ല. ആരോഗ്യമാണ് ഏറ്റവും വലിയ ലാഭം. അതുകൊണ്ട് കേരളത്തിന്റെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല ആയുസ്സായി മിക്കവാറും 80 വയസ്സ് കഴിഞ്ഞിട്ടും നമ്മൾ കാണപ്പെടുന്നു. ഈ അടുത്ത കാലത്തിന് വാർത്ത ഞാൻ വായിച്ചു. 100 വയസ്സ് കഴിഞ്ഞ 70,000-ലേറെ ആളുകൾ ആരോഗ്യത്തോടുകൂടി ജപ്പാനിൽ ജീവിക്കുകയാണ്. 80 വയസ്സ് കഴിഞ്ഞ 4 ലക്ഷത്തോളം ആളുകൾ. അവിടുത്തെ ജനസംഖ്യ കുറവാണ്. നമ്മളിവിടെ 140 കോടി ഇന്ത്യക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവർ ബോധം കെട്ട് വീഴും. സങ്കല്പിക്കാൻ പറ്റാത്ത ജനസംഖ്യ ആണ് ഏഷ്യൻ രാജ്യങ്ങളിൽ. അതിൽ അസൂയ കൊണ്ടിട്ടാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാശ്ചാത്യ തത്വചിന്തകന്മാരും ഗൂഢബുദ്ധിജീവികളെല്ലാം ഏഷ്യൻ പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ വിഷയം വിട്ടു പോകുന്നു. പക്ഷേ നിങ്ങൾ ദീർഘകാലം നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സുന്ദരമായ പുഞ്ചിരി കൊണ്ടും, നബി തമ്പുരാൻ പറഞ്ഞു, ഏറ്റവും വിലയേറിയതാണ് പുഞ്ചിരി. നിങ്ങൾ ഒരാൾ കാണുമ്പോൾ പുഞ്ചിരിക്കുക, ഒന്ന് മന്ദഹസിക്കുക. ആ മന്ദഹാസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉന്മേഷവും ഊർജവും കൊടുക്കും. നമ്മൾ പലപ്പോഴും ചിരിക്കാൻ മറന്നു പോകുന്നു. നബി തമ്പുരാനോട് വീണ്ടും ചോദിച്ചു, തമ്പുരാനെ, ഈ ഭൂമിയിൽ ഏറ്റവും വിലയേറിയ ഇടം ഏതാണ്? നബി തമ്പുരാൻ പറഞ്ഞു, എന്റെ ഉമ്മയുടെ കബ. രണ്ടാമതോ എന്റെ ഉമ്മയുടെ കബ. മൂന്നാമതോ എന്റെ ഉമ്മയുടെ കബ. ഇന്ന് നബി തമ്പുരാൻ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു പലരുടെയും ദുഷ്ടബുദ്ധി കൊണ്ട്. സ്ത്രീകൾക്ക് ഇത്രയും വില സമ്മാനിച്ച അന്ത്യപ്രവാചകനായിട്ടുള്ള നബി തമ്പുരാൻ അതിനു മുമ്പ് നമ്മുടെ മണ്ണിൽ 400 വർഷം മുമ്പ്, 570 വർഷം മുമ്പ് വന്നുപോയ ക്രിസ്തു ഭഗവാൻ, അതിനും 100 വർഷം മുമ്പ് കലാശാലിയുടെ മകനായി ജനിച്ച് കലാശാലിയായി ജീവിച്ച ഗുരു സോക്രട്ടീസ്, അതിനും 100 വർഷം മുമ്പ് ഒരു രാജാവിന്റെ മകനായി ജനിക്കുകയും 29-ാമത്തെ വയസ്സിൽ മനുഷ്യമോചനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്ത ബുദ്ധ ഭഗവാൻ, 15-ാം നൂറ്റാണ്ടിൽ ഹിന്ദു മുസ്ലിങ്ങൾ പരസ്പരം വെട്ടിക്കൊല്ലരുത്, കൊല്ലപ്പെടരുത് എന്ന് വിളിച്ചു പറഞ്ഞ ചെരുപ്പൂത്തിയുടെ കുടുംബത്തിൽ ജനിച്ച സിഖ് മതത്തിന്റെ സ്ഥാപകനായ ഗുരു നാനാക്ക്, ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചത് അവരവരുടേതായ അമ്മമാർക്കും സഹോദരിമാർക്കും പുത്രിമാർക്കും സ്ത്രീ വർഗത്തിനുമാണ്. കേരളം ഇന്ന് വലിയ ഭീഷണികൾ ത്യാഗന്മാരുടെ കയ്യിൽ നിന്നും നമ്മുടെ അനിയന്മാർക്ക് നേരിടുന്നത് പലപ്പോഴും തെറ്റിയും തെറിച്ചു. എങ്കിലും ഏറ്റവും വിലയേറിയ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടാണ് കേരളം ഈ രീതിയിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്നത്. അധികാര കേന്ദ്രങ്ങളിലേക്ക് അനിയന്മാർ വരണം. എല്ലാ നല്ല പദവികളിലേക്കും മടിച്ചു നിൽക്കാതെ അനിയന്മാർ വരണം.
ഒന്ന് ആടാൻ പറഞ്ഞാൽ, ഒന്ന് പാടാൻ പറഞ്ഞാൽ, ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഭാഗ്യവന്തം പ്രസൂയേധാശൂരം മാച പണ്ഡിതം. കുന്തി മഹാമാതാവിനോട് പാഞ്ചാലി ദ്രൗപദി എന്ന മരുമകൾ പോയി പറഞ്ഞു, അമ്മേ എന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരെയും കൊന്നൊടുക്കിയ വീരശൂരന്മാരായ മക്കളുടെ മാതാവായ കുന്തി മഹാമാതാവ് പറഞ്ഞു, ഭാഗ്യവന്തം പ്രസൂയേധ, മോളെ, ഭാഗ്യമുള്ള കുട്ടികളെ ജനിപ്പിച്ചു വളർത്താൻ നിനക്ക് യോഗമുണ്ടാകട്ടെ. മാശൂരം, വീരശൂരന്മാരല്ല, മാച്ച പണ്ഡിതം. ആൻഡ് നോ മോർ സ്കോളേഴ്സ്. പണ്ഡിതന്മാരെ വളർത്തിയിട്ടും കാര്യമില്ല. എന്റെ മക്കളെല്ലാം വീരശൂരന്മാരാണ്, മഹാപണ്ഡിതന്മാരാണ്. ധർമ്മപുത്രനും അർജുനനും നകുലനും സഹദേവനും സഹദേവനും ഭീമനും എല്ലാവരും. പക്ഷെ അവരെല്ലാം കൊന്നില്ലേ? കൊല്ലാതെയും കൊല്ലപ്പെടാതെയും ജീവിക്കാൻ ഭാഗ്യമുള്ള മക്കളെ വളർത്തിയെടുക്കുക. ഇക്ബാലിയാക്കി എല്ലാ രീതിയിലുമുള്ള ഐക്യ സന്ദേശം ഞാൻ നേർന്നുകൊള്ളുന്നു. വയലിന്റെ കരയിൽ ജനിച്ചു വളർന്ന കുട്ടിയായി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഭാഗ്യമുള്ള ഒരു കുട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇതിനെ നയിക്കുകയാണ്. അധ്യക്ഷനായിരിക്കുന്നത് പെരിഞ്ഞമല സദീഖ് ഖാനാണ്. അതിനു മുമ്പ് ഈശ്വര പ്രാർത്ഥന നടത്തിയ എൻ്റെ പ്രിയങ്കരിയായ അനിയത്തി വളരെ ശുദ്ധമായിട്ട് പാടി അഭിനന്ദനങ്ങൾ. സ്വാഗതം പറഞ്ഞത് സദീഖ് ഖാനാണ്. ആമുഖ പ്രസംഗം നടത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് ഷിജു ശാസ്ത്രിയാണ്. ഇനി ഇവിടെ ആശംസകൾ നിർവഹിക്കാനിരിക്കുന്നത് ഷാജഹാൻ അഴീക്കോട്. എത്രയോ നാളായിട്ട് ഞാൻ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ്. അതേപോലെ ഷാഫി ഇവിടെ നിയുക്തനാണ്. നന്ദി പറയാനിരിക്കുന്നതും എൻ്റെ ദീർഘകാല സുഹൃത്തായിട്ടുള്ള കരിപ്പൂര് സുരേഷാണ്. ഇനി ഞാൻ പേര് പറഞ്ഞും പറയാതെയും വാക്കുകൾ കേൾക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും വലിയ ലാഭമായ ആരോഗ്യം നേർന്നുകൊണ്ട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇക്ബാലിയുടെ ഉദ്ഘാടനം ഏറ്റവും അനുകൂലമായ ഈ കാലാവസ്ഥയിൽ ഞാൻ ഇതാ നിർവഹിച്ചിരിക്കുന്നു. കൊല്ലപ്പെടരുത്. അതിമനോഹരമായി അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും സമ്മതിക്കുകയും ഹൃദയം കൊണ്ട് ഈ കർമ്മം നിർവഹിച്ച അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ആദരിക്കുന്നതിന് വേണ്ടി ഇക്ബാൽ കലാലയത്തിന്റെ പ്രിയപുത്രന്മാർ ശ്രീ കരിപ്പൂർ സുരേഷിനെയും ശ്രീ അനിൽഘോഷിനെയും ഒരേ കാലഘട്ടത്തിൽ തമ്മിലടിച്ച് പോരടിച്ചിരുന്ന പഴയ പോരാളികളെ ഒരുമിച്ച് വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീ ഗിരീഷ് പുലിയൂർ അവരെ ആദരിക്കുന്നതിന് വേണ്ടി. സമയമില്ല, സമയത്തിനാണ് ഏറ്റവും വില. Yeah.